ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. മലയാളികൾക്ക് ഏറെ പരിചിതമായ ഈ ശബ്ദമാധുര്യത്തിന് പിന്നിൽ 3 പതിറ്റാണ്ട് നീണ്ട പ്രയത്നത്തിന്റെ കഥയുണ്ട്. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ ലോകത്തെ അറിഞ്ഞു തുടങ്ങിയ വൈക്കം വിജയലക്ഷ്മിക്ക് 1.5 വയസ്സ് മുതലാണ് സംഗീതത്തോട് കൗതുകം ആരംഭിച്ചത്. കച്ചേരിയൊക്കെ കേട്ട് പഠിക്കുകയാണ്. എല്ലാം 1-2 പ്രാവശ്യം കേട്ടാൽ പഠിച്ചോളൂ. അപ്പോൾ സംഗീതമാണെങ്കിലും ഇപ്പോൾ ഫിലിമിലാണെങ്കിലും പെട്ടെന്ന് വിജയലക്ഷ്മി പാടുന്നതുകൊണ്ട് എല്ലാവരും വിജയലക്ഷ്മിയാണ് കൂടുതലും വിളിക്കുന്നത്. പരിമിതികൾ മറന്ന സ്റ്റേജ് പരിപാടികളിലൂടെ ശ്രദ്ധ നേടിയാണ് വിജയലക്ഷ്മി പ്രശസ്തിയുടെ പടവുകൾ കയറിയത്. ഇതിനിടെ അഭിമാന മുഹൂർത്തങ്ങൾ കുറച്ചൊന്നുമല്ല ഈ കുടുംബത്തെ തേടിയെത്തിയത്. വിജയ് കാട്ടിലെ പാൽമഴ എന്നുള്ള പാട്ട് ദേശങ്ങളുടെ സ്വാമികളുടെ മുമ്പിൽ വായിച്ചുകൊണ്ടിരുന്നു. വായിച്ചപ്പോൾ അങ്ങേര് വന്ന് മോളുടെ കയ്യിലും തലയിലും ഇങ്ങനെ തൊട്ട് വന്ദിച്ചു. അപ്പം ഭയങ്കര കഴിവാണ്, മോൾ വക്കത്തപ്പൻ്റെ ആളല്ലേ, നന്നായിട്ട് വരും. ഗായത്രി വീണയിലും റെക്കോർഡ് നേട്ടങ്ങൾ കൈവരിക്കാൻ വിജയലക്ഷ്മിക്കായി. എണ്ണിയാലൊടുങ്ങാത്ത പുരസ്കാരങ്ങൾക്ക് പുറമെ ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി USA ഡോക്ടറേറ്റും വിജയലക്ഷ്മിയെ തേടിയെത്തി. അനുഗ്രഹീത കലാകാരിയുടെ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ അമ്മയ്ക്ക് 100 നാവാണ്. ഞങ്ങളെ വലിയൊരു അഭിമാനം തന്നെയാണ് വിജയലക്ഷ്മി. ഞങ്ങളെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ അഭിമാനമാണ് വിജയലക്ഷ്മി. 24 കോട്ടയം.